നിങ്ങൾ സർക്കാരിനെ വിമർശിച്ചാൽ, നിങ്ങൾ ഒരു നയത്തെ ചോദ്യം ചെയ്താൽ, നിങ്ങൾ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്താൽ നിങ്ങൾ ദിമാഗി നക്സലാകുമോ? ഇതാണിപ്പോൾ രാജ്യത്ത് ഉയരുന്ന വലിയൊരു ചോദ്യം. 2026 സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നിന്ന് നടത്തിയ പ്രസംഗത്തിലെ ഒരു പ്രയോഗമാണ് ഇപ്പോൾ രാഷ്ട്രീയ സാമൂഹിക ചർച്ചകളുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. ദിമാഗി നക്സൽ. ഒരു വശത്ത് കേന്ദ്ര സർക്കാർ പറയുന്നത് ആയുധമെടുത്ത് വനങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന നക്സലിസത്തിനേക്കാൾ അപകടകരമായ രീതിയിൽ സമൂഹത്തിൽ ഇടപെടുന്ന ഒരു മാവോയിസ്റ്റ് ചിന്താഗതിയെയാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയതെന്നാണ്. മറുവശത്ത് പ്രതിപക്ഷത്തിന്റെ ചോദ്യം, ആരാണ് ഈ ദിമാഗി നക്സലുകൾ? അതിന് കൃത്യമായ നിർവചനം എന്താണ്? അപ്പോൾ യഥാർത്ഥത്തിൽ മോദി പറഞ്ഞത് എന്താണ്? ഈ വാക്ക് എന്തുകൊണ്ടാണ് ഇത്ര വലിയ വിവാദമായി മാറിയത്? അതിലും പ്രധാനമായി, ഒരു ജനാധിപത്യ രാജ്യത്ത് സർക്കാരിനെ വിമർശിക്കുന്നവനും രാജ്യവിരുദ്ധൻ അല്ലെങ്കിൽ നക്സൽ എന്ന മുദ്ര പതിപ്പിക്കപ്പെടുന്ന സാഹചര്യം എത്രത്തോളം അപകടകരമാണ്? മോദി യഥാർത്ഥത്തിൽ പറഞ്ഞത് എന്ത്? ആദ്യം സംഭവത്തിലേക്ക് വരാം. ഓഗസ്റ്റ് 15 രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യ ദിനം. ചെങ്കോട്ടയുടെ പ്രാകാരത്തിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു. പ്രസംഗത്തിൽ വികസിത ഭാരതം, യുവശക്തി, സാങ്കേതിക വിദ്യ, AI, സാമ്പത്തിക വളർച്ച തുടങ്ങിയ നിരവധി വിഷയങ്ങൾ അദ്ദേഹം സംസാരിച്ചു. എന്നാൽ അതിനിടയിലാണ് നക്സലിസവുമായി ബന്ധപ്പെട്ട പരാമർശം ശ്രദ്ധ നേടിയത്. മോദിയുടെ വാദം ഇതായിരുന്നു: ആയുധമെടുത്ത നക്സലിസത്തെ വലിയ തോതിൽ നിയന്ത്രിക്കാൻ രാജ്യത്തിന് കഴിഞ്ഞു. പക്ഷേ ആയുധമില്ലാത്ത മാവോയിസ്റ്റ് ചിന്താഗതിയുള്ള ചിലർ ഇപ്പോഴും സമൂഹത്തിലും അധികാര സംവിധാനങ്ങളിലും സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും അത്തരക്കാരെ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവരെയാണ് പ്രധാനമന്ത്രി ദിമാഗി നക്സൽ എന്ന് വിശേഷിപ്പിച്ചത്. ദിമാഗി നക്സൽ എന്നത് എന്താണ്? ഇതാണ് ഈ വിവാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ദിമാഗി നക്സൽ എന്നത് ഒരു നിയമപരമായ വിഭാഗമല്ല. അതായത് ഇന്ത്യൻ നിയമത്തിൽ നിങ്ങൾക്ക് ദിമാഗി നക്സൽ എന്ന പേരിൽ ഒരു പ്രത്യേക കുറ്റവിഭാഗമില്ല. ഇത് പ്രധാനമായും ഒരു രാഷ്ട്രീയവും ആശയപരവുമായ പ്രയോഗമാണ്. മാവോയിസ്റ്റ് അല്ലെങ്കിൽ നക്സലേറ്റ് ആശയങ്ങളോട് സഹതാപം പുലർത്തുന്നവരെയോ അത്തരം ആശയങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നവരെയോ സൂചിപ്പിക്കാനാണ് ഈ പ്രയോഗം ഉപയോഗിച്ചതെന്നാണ് സർക്കാർ അനുകൂല വിശദീകരണം. പക്ഷേ വിമർശകരുടെ പ്രശ്നം ഇവിടെ തുടങ്ങുന്നു. കാരണം മാവോയിസ്റ്റ് ചിന്താഗതിയുള്ള വ്യക്തി എന്ന് തീരുമാനിക്കുന്നതിനുള്ള കൃത്യമായ മാനദണ്ഡം എന്താണ്? സർക്കാരിനെ വിമർശിക്കുന്ന ഒരാളാണോ? ഒരു പ്രതിപക്ഷത്തിൽ പങ്കെടുത്ത ആളാണോ? ഒരു മനുഷ്യാവകാശ പ്രവർത്തകനാണോ? ഒരു എഴുത്തുകാരനാണോ? ഒരു അധ്യാപകനാണോ? ഒരു മാധ്യമ പ്രവർത്തകനാണോ? അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അക്രമപരമായ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന ആളാണോ? ഇവയ്ക്കിടയിൽ വലിയ വ്യത്യാസമുണ്ട്. ഇവിടെയാണ് മറ്റൊരു പഴയ രാഷ്ട്രീയ പദം ഓർമ്മിക്കേണ്ടത്: അർബൻ നക്സൽ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ വാക്ക് വലിയ രീതിയിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. സർക്കാരിന്റെ നയങ്ങളെ ശക്തമായി വിമർശിക്കുന്ന ചില ബുദ്ധിജീവികൾ, ആക്ടിവിസ്റ്റുകൾ, എഴുത്തുകാർ, അക്കാദമിക് വ്യക്തികൾ തുടങ്ങിയവരെ ചില രാഷ്ട്രീയ വൃത്തങ്ങളിൽ അർബൻ നക്സൽ എന്ന് വിശേഷിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ മറ്റൊരു രൂപമാണ് ദിമാഗി നക്സൽ എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. കോൺഗ്രസ് നേതാക്കൾ ശക്തമായി വിമർശിച്ചു. പ്രധാനമന്ത്രിയുടെ ഈ പ്രയോഗം രാഷ്ട്രീയ എതിരാളികളെ അടയാളപ്പെടുത്താനുള്ള പുതിയ ലേബലാണെന്നാണ് അവരുടെ ആരോപണം. അതായത് വിവാദം വെറും ഒരു വാക്കിനെ കുറിച്ചല്ല, ഒരു ജനാധിപത്യത്തിൽ എതിരാളി എന്നതും ശത്രു എന്നതും തമ്മിലുള്ള അതിർത്തിയെ കുറിച്ചാണ്. ഇനി മറുവശവും നോക്കണം. സർക്കാർ അനുകൂല വാദം വളരെ വ്യത്യസ്തമാണ്. അവരുടെ ചോദ്യം, നക്സലിസം എന്നത് തോക്കുമായി കാട്ടിൽ നിൽക്കുന്ന ഒരാളിൽ മാത്രം ഒതുങ്ങുന്നതാണോ എന്നാണ്. ഒരു ആശയത്തിന് സാമൂഹിക പിന്തുണ ഉണ്ടെങ്കിൽ അതിനെതിരെ ആശയപരമായി പോരാടേണ്ടതില്ലേ? മാവോയിസ്റ്റ് ചിന്താഗതിയെ സമൂഹത്തിലേക്ക് കടത്തിവിടാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയേണ്ടതില്ലേ? ഇതാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ അനുകൂലിക്കുന്നവരുടെ വാദം. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും പിന്നീട് വിശദീകരിച്ചത് പ്രധാനമന്ത്രിയുടെ പരാമർശം പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യമിട്ടിട്ടുള്ളതല്ലെന്നാണ്. അദ്ദേഹം ദിമാഗി നക്സൽ എന്ന പദത്തിന് രാഷ്ട്രീയ പ്രതിപക്ഷത്തെക്കാൾ വിശാലമായ ആശയപരമായ അർത്ഥമാണ് നൽകിയിരിക്കുന്നത്. അതിനാൽ സർക്കാരിന്റെ വാദവും പ്രതിപക്ഷത്തിന്റെ വാദവും രണ്ടും വ്യത്യസ്ത ഫ്രെയിമുകളിലാണ്. യഥാർത്ഥ പ്രശ്നം എവിടെയാണ്? ഇനി നമുക്ക് രാഷ്ട്രീയം ഒന്ന് മാറ്റിവെക്കാം. ഈ വിഷയത്തിലെ യഥാർത്ഥ പ്രശ്നം എന്താണ്? ആരെയാണ് ദിമാഗി നക്സൽ എന്ന് വിളിക്കുക? ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആശയങ്ങളെ വിമർശിക്കാം, മാവോയിസ്റ്റ് ആശയത്തെ വിമർശിക്കാം, ആക്രമത്തെ വിമർശിക്കാം, രാജ്യത്തിനെതിരായ സായുധ പ്രവർത്തനങ്ങളെ ശക്തമായി എതിർക്കാം. അതിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഒരു വ്യക്തിയുടെ ആശയത്തെ വിമർശിക്കുന്നതും ആ വ്യക്തിയെ തന്നെ നക്സൽ എന്ന് മുദ്ര കുത്തുന്നതും രണ്ടാണ്. ഇതാണ് ഇവിടെ ഉയരുന്ന ആശങ്ക. കാരണം ഒരു ലേബൽ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നാളെ ആരെയും അതിൽ ഉൾപ്പെടുത്താം.
ഇന്നൊരു രാഷ്ട്രീയ എതിരാളി, നാളെ ഒരു വിദ്യാർത്ഥി, മറ്റന്നാൾ ഒരു മാധ്യമ പ്രവർത്തകൻ, അതിനുശേഷം ഒരു അധ്യാപകൻ. അതിനാൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിമർശനത്തിന് ഇടം നൽകുക എന്നതാണ്. സ്വാതന്ത്ര്യദിന പ്രസംഗം അത് എന്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്? സ്വാതന്ത്ര്യം, ജനാധിപത്യം, അവകാശങ്ങൾ, വൈവിധ്യം, വ്യത്യസ്ത അഭിപ്രായങ്ങൾ, അങ്ങനെ ഒരു ദിവസത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ദിമാഗി നക്സൽ പോലൊരു ശക്തമായ രാഷ്ട്രീയ പ്രയോഗം വരുമ്പോൾ അതിന് സ്വാഭാവികമായും വലിയ രാഷ്ട്രീയ പ്രതികരണം ഉണ്ടാകും. കാരണം സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം സർക്കാരിനെ പിന്തുണയ്ക്കാനുള്ള അവകാശം മാത്രമല്ല, സർക്കാരിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശവും കൂടിയാണ്. പക്ഷെ അതോടൊപ്പം മറ്റൊരു സത്യവുമുണ്ട്. വിമർശന സ്വാതന്ത്ര്യം എന്നത് അക്രമത്തിനുള്ള ലൈസൻസുമല്ല. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ഭരണഘടനയ്ക്കും എതിരായ അക്രമപരമായ പ്രവർത്തനങ്ങളെ ആരും ന്യായീകരിക്കരുത്. അതിനാൽ ഇവിടെ വേണ്ടത് രണ്ട് അതിരുകളെയും ഒഴിവാക്കുകയാണ്. വിമർശകനെ നക്സലാക്കുന്നതും തെറ്റ്, അക്രമപരമായ തീവ്രവാദത്തെ വിമർശന സ്വാതന്ത്ര്യം എന്ന് ന്യായീകരിക്കുന്നതും തെറ്റ്. എന്തുകൊണ്ടാണ് ഈ വിവാദം ഇപ്പോൾ കൂടുതൽ ചൂടുപിടിച്ചത്? ഈ വിവാദം ഉണ്ടാകുന്നത് ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ്. രാജ്യത്തെ സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള ആശയപരമായ പോരാട്ടം ശക്തമാണ്. സോഷ്യൽ മീഡിയയിൽ രാഷ്ട്രീയ ധ്രുവീകരണം വളരെ ഉയർന്നിരിക്കുന്നു. ഒരു വശം മറ്റേ വശത്തെ രാജ്യവിരുദ്ധൻ എന്ന് വിളിക്കുന്നു, മറ്റേ വശം തിരിച്ചും സ്വേച്ഛാധിപത്യം ആരോപിക്കുന്നു. ഇത്തരം സാഹചര്യത്തിൽ ഒരു വാക്ക് പോലും വലിയ രാഷ്ട്രീയ ആയുധമായി മാറും. അതുകൊണ്ടാണ് ദിമാഗി നക്സൽ എന്ന പ്രയോഗവും പ്രസംഗം കഴിഞ്ഞ ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വേദികളിലും വലിയ ചർച്ചയായത്. അപ്പോൾ ഈ വിവാദത്തിൽ നമ്മൾ ചോദിക്കേണ്ടത് 5 ചോദ്യങ്ങളാണ്. 1. ദിമാഗി നക്സൽ എന്നതിന് കൃത്യമായ നിർവചനം എന്താണ്? 2. മാവോയിസ്റ്റ് ആശയത്തെ പിന്തുണയ്ക്കുന്നവനും സർക്കാരിനെ വിമർശിക്കുന്നവനും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ നിർണ്ണയിക്കും? 3. ഒരു ജനാധിപത്യത്തിൽ എതിർ അഭിപ്രായം പ്രകടിപ്പിക്കുന്നവരെ എത്രത്തോളം ലേബൽ ചെയ്യാം? 4. ദേശ സുരക്ഷയുടെ പേരിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധി എവിടെയാണ് അവസാനിക്കുന്നത്? 5. നമ്മൾ ഒരു ആശയത്തെയാണോ എതിർക്കുന്നത്, അതോ ആ ആശയം പറയുന്ന വ്യക്തിയെയാണോ ശത്രുവാക്കുന്നത്? ദിമാഗി നക്സൽ എന്ന വാക്ക് ഇപ്പോൾ ഒരു രാഷ്ട്രീയ വിവാദത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഈ വിവാദം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം അതിനേക്കാൾ വലുതാണ്. ഇന്ത്യയിൽ എതിർ അഭിപ്രായത്തിന് എത്ര സ്ഥലം ബാക്കിയുണ്ട്? സർക്കാരിനെ പിന്തുണയ്ക്കുന്നവർക്കും അവകാശമുണ്ട്, സർക്കാരിനെ വിമർശിക്കുന്നവർക്കും അവകാശമുണ്ട്. പക്ഷെ അക്രമത്തെ പിന്തുണയ്ക്കുന്നത് മറ്റൊരു കാര്യമാണ്. അതുപോലെ തന്നെ സർക്കാരിനെ വിമർശിക്കുന്നത് രാജ്യദ്രോഹമാക്കുന്നതും മറ്റൊരു കാര്യമാണ്. ഇന്ത്യയുടെ ജനാധിപത്യ ശക്തി ഒരേ അഭിപ്രായമുള്ള ആളുകളുടെ എണ്ണത്തിലല്ല, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഒരുമിച്ച് നിലനിൽക്കാനുള്ള കഴിവിലാണ്. അതുകൊണ്ട് ദിമാഗി നക്സൽ ആരാണ് എന്ന ചോദ്യത്തെക്കാൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. നാളെ നമ്മളിൽ ആരെയാണ് ആ ലേബൽ ഉപയോഗിച്ച് മിണ്ടാതാക്കാൻ ശ്രമിക്കുക? അതാണ് ഈ വിവാദത്തിന്റെ യഥാർത്ഥ രാഷ്ട്രീയവും ജനാധിപത്യപരമായ പ്രാധാന്യവും.